ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മാത്സ് ക്ലാസ്. ഇനി നമുക്ക് പുതിയൊരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടൈം ഡ്യൂറേഷൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു ബസ് കോഴിക്കോട് നിന്ന് 15:30 സ്റ്റാർട്ട് ചെയ്തു. റീച്ച് ട്രിവാൻഡ്രത്ത് എപ്പോൾ എത്തി? 2:30 എത്തി. അങ്ങനെയാണെങ്കിൽ ഈ ജേണിയുടെ സമയം എത്രയാണ്? എത്ര സമയം യാത്ര ചെയ്തു? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഈ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്താണ്, സമയത്തിനകത്തൊരു വ്യത്യാസമുണ്ട് അല്ലേ? അപ്പൊ 15:30 2:30 ആണ്. ഇത് ഏത് ഫോമാറ്റിലെ ആണ്? 24 hour ഫോമാറ്റ് ആണോ 12 hour ഫോമാറ്റ് ആണോ? 24 hour ഫോമാറ്റ് ആണ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലായി, ഇവിടെ AM-ഓ PM-ഓ ഒന്നും തന്നിട്ടില്ല. അപ്പൊ ഇത് 24 hour ഫോമാറ്റിലെ സമയമാണ്. അപ്പൊ 15:30 എന്ന് പറയുന്നത് നമുക്ക് ആദ്യം 12 hour ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതാവുമ്പോൾ കുറച്ചുകൂടെ ഡ്യൂറേഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ 15:30 എന്ന് പറയുന്നത് 24 hour ക്ലോക്കിലെ ഈ സമയം 12 hour ക്ലോക്കിൽ ഏതാണ് സമയം? നമുക്കറിയാം, ഉച്ച വരെ സെയിം ആണ്, 12 മണി വരെ, ഉച്ചയ്ക്ക് 12 മണി വരെ സെയിം ആണ്. 13 മണി എന്ന് പറയുമ്പോൾ 1 മണിയായി. പിന്നെ 14, 15 എന്ന് പറയുമ്പോൾ ഏത് മണിയാണ്? ഉച്ച കഴിഞ്ഞ് 3 മണിയാണ്. ഇവിടെ 15 ആണോ? 15:30 ആണ്. അതായത് 30 മിനിറ്റ്സും കൂടെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ 3:30 PM അതാണ് സമയം. അപ്പം നമ്മൾ 12 hour ഫോർമാറ്റിലെ സമയം ഐഡന്റിഫൈ ചെയ്തു. 15:30 എന്ന് പറയുന്നത് 3:30 PM ആണ്. ഉച്ച കഴിഞ്ഞ് 3:30 ബസ് സ്റ്റാർട്ട് ചെയ്തത്. 2:30 ആയപ്പോൾ ചെന്നു എന്നും പറഞ്ഞു. അപ്പം 24 hour ക്ലോക്കിലെ 2:30 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? 2:30 AM-നോടാണ് ഈക്വൽ ആയിട്ടുള്ളത്. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അപ്പം 2:30 എന്ന് പറയുന്ന 24 hour ക്ലോക്കിലെ സമയം 2:30 AM-നോടാണ് ഈക്വൽ ആവുന്നത്. അപ്പം ശരിക്കും പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതാണ്: ഉച്ച കഴിഞ്ഞ് 3:30 ബസ് സ്റ്റാർട്ട് ചെയ്തു. എപ്പോൾ ചെന്നു? വെളുപ്പിനെ 2:30. 2:30 AM എന്ന് പറയുമ്പോൾ വെളുപ്പിനെ 2:30 AM-ന് ബസ് അവിടെ ചെന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള സമയം, അതായത് എത്ര സമയമാണ് യാത്ര ചെയ്തതെന്ന് അറിയാൻ 3:30 PM മുതൽ 2:30 AM വരെയുള്ളത് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ 3:30 PM മുതൽ 2:30 AM വരെയുള്ള ടൈം ഡ്യൂറേഷൻ. അപ്പോൾ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. അതായത് 3:30 PM എന്ന് പറയുമ്പോൾ ഉച്ച കഴിഞ്ഞ് 3:30 PM, 2:30 AM പിറ്റേ ദിവസം വെളുപ്പിനെ 2:30 AM. അപ്പോൾ വൈകുന്നേരം 3:30 PM മുതൽ അടുത്ത ദിവസം വെളുപ്പിനെ 3:30 AM വരെ എത്രയായിരിക്കും? അതായത് ഒരു ദിവസം, അതായത് നമുക്ക് തിങ്കളാഴ്ച എടുക്കാം. തിങ്കളാഴ്ച 3:30 PM-ന് ബസ് സ്റ്റാർട്ട് ചെയ്താൽ ചെന്നത് പിറ്റേ ദിവസം ചൊവ്വാഴ്ച 2:30 AM-ന്, വെളുപ്പിനെ 2:30 AM-നാണ് ബസ് അവിടെ ചെന്നത്. അപ്പോൾ ആ സമയമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം നമുക്കറിയാം, നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 3:30 PM മുതൽ ചൊവ്വാഴ്ച രാവിലെ 3:30 AM വരെ എത്ര സമയം എടുക്കും? നമുക്കറിയാം 12 hours ആണ്. 3:30 to 3:30 12 hours ആണ്. പക്ഷെ 3:30 വരെ എത്തിയോ? ഇല്ല. അതിനും 1 മണിക്കൂർ മുന്നേ 2:30 എത്തി എന്ന് പറയുമ്പോൾ 12 hours എടുത്തോ? ഇല്ല. 1 മണിക്കൂർ കുറച്ച് 11 hours എടുത്തുള്ളൂ. അപ്പൊ ശരിക്കും ഈ ടൈം ഡ്യൂറേഷൻ എത്രയേ ഉള്ളൂ? 11 hours. അപ്പൊ നമുക്കിവിടെ ആൻസർ ഇതാണ്. അതായത് ഈ ജേണിക്ക് എടുത്ത ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 11 hours ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയും കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലോക്ക് വരച്ച് ആ മെത്തേഡിലും കണ്ടുപിടിക്കാം. പേജ് നമ്പർ 75-ൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: എ ഫ്ലൈറ്റ് സ്റ്റാർട്ടഡ് ഫ്രം കോഴിക്കോട് at 18:40 ആൻഡ് റീച്ച്ഡ് ഡൽഹി വിയ മുംബൈ at 00:10. ഹൗ മച്ച് ടൈം ഡിഡ് ദ ജേർണി ടേക്ക്? ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു ഫ്ലൈറ്റ് കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്ത സമയമാണ് 18:40. അപ്പോൾ ഇത് കാണുമ്പോഴേ മനസ്സിലായി 12 hour ഫോമാറ്റ് അല്ല, 24 hour ഫോമാറ്റിലുള്ള സമയമാണ്. AM-ഉം PM-ഉം ഒന്നുമില്ല. 18:40 സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ ഡൽഹിയിൽ എത്തിയ സമയം 00:10. ഈ സമയത്താണ് എത്തിയത്. അങ്ങനെയാണെങ്കിൽ എത്ര സമയമാണ് ഈ യാത്രക്ക് എടുത്തത്? ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം കാണേണ്ടത് 24 hour ഫോമാറ്റിലുള്ള ഈ സമയത്തെ 12 hour ഫോമാറ്റിലേക്ക് മാറ്റുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്ലോക്ക് വരച്ചോ അല്ലാതെയൊക്കെ നിങ്ങൾക്ക് ടൈം ഡ്യൂറേഷൻ കണ്ടുപിടിക്കാം. അപ്പം 18:40-നെ നിങ്ങൾ ആദ്യം 12 hour ക്ലോക്കിലേക്ക് മാറ്റണം. അപ്പം 18:40 എന്ന് പറയുമ്പോൾ ഏതാണ് സമയം? 18:40 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 13 മണി എന്ന് പറയുമ്പോൾ ഉച്ച കഴിഞ്ഞ് 1 മണി, 14, 2 മണി, അങ്ങനെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും 18:00 എന്ന് പറയുന്ന സമയം വൈകുന്നേരം 6 മണിയാണ്. 6 മണിയാണ് 18:00. പക്ഷെ ഇവിടെ 18:00 അല്ല, 18:40 എന്ന് പറഞ്ഞാൽ 18 കഴിഞ്ഞ് 40 മിനിറ്റ്സും കൂടെ കഴിഞ്ഞു. അതായത് 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ്സും കൂടെ എന്ന് പറയുമ്പോൾ സമയം 6:40 PM ആണ്. 6:40 PM ആണ് 18:40.
അടുത്തത് 00:10. നമ്മൾ കൃത്യമായിട്ട് കണ്ടായിരുന്നു. 00:10 എന്ന് പറയുന്ന ആ സമയം ഏതാണ്? നമുക്കറിയാം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. 12 midnight ആണല്ലോ 00:00 എന്ന് പറയുന്നത്. അപ്പൊ 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയതാണ് 00:10 എന്ന് പറയുന്നത്. സോ 12:10 AM ഈ സമയമാണ് 00:10. അതായത് നമ്മുടെ ജേണി ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് 6:40 PM. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് മൺഡേ 6:40 PM വൈകുന്നേരം 6:40 ഫ്ലൈറ്റ് എടുത്തു. എപ്പോൾ ചെന്നു? പിറ്റേ ദിവസം, അതായത് ട്യൂസ്ഡേ 12:10 AM. പിറ്റേ ദിവസം രാത്രി 12:10 AM ചെന്നത്. അതായത് പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം വെളുപ്പിനെ 12:10 AM ആ സമയത്താണ് ചെന്നത്. അപ്പൊ ഈ ഗ്യാപ്പ്, അതായത് വൈകുന്നേരം 6:40 PM മുതൽ പിറ്റേ ദിവസം വെളുപ്പിനെ 12:10 AM വരെ എത്ര ടൈം ഡ്യൂറേഷൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ കണ്ടുപിടിക്കുന്ന ഇവിടുത്തെ ടൈം ഡ്യൂറേഷൻ നമുക്ക് കിട്ടുന്നത്, കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടൈം ഡ്യൂറേഷൻ കിട്ടുന്നത് 5 hours 30 minutes ആണ്. 5 hours 30 minutes നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ 24 hour ഫോർമാറ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്